ആലപ്പുഴയിൽ അമ്മയും മകനും MDMA-യുമായി പോലീസ് പിടിയിൽ. കരൂർ സ്വദേശികളായ സത്യമോൾ, സൗരവ് എന്നിവരാണ് പിടിയിലായത്. 15 ചെറിയ കവറുകളിൽ ആയിട്ടായിരുന്നു MDMA കാറിൽ സൂക്ഷിച്ചിരുന്നത്. കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇരുവരെയും പോലീസ് പിടികൂടുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ അമ്മയെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? എന്താണ്, എത്ര പാക്കറ്റുകളാണ് ഇവരിൽ നിന്നും കണ്ടെടുക്കുന്നത്? എങ്ങനെയാണ് ഇവരിത് ഒളിപ്പിച്ചു കടത്തിയത്? രോഹിണി, എക്സൈസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം അനുസരിച്ച് ഇവർ വീട് കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തിയിരുന്നു. കൂടുതലും ചെറുപ്പക്കാർക്കായിരുന്നു ഇത്തരത്തിൽ MDMA കൈമാറിയിരുന്നത്. അത്തരത്തിൽ കൈമാറുമ്പോൾ അവിടെ വെച്ച് തന്നെ ഉപയോഗിച്ചിട്ട് പോകണം, പുറത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ഇവര് എറണാകുളത്ത് നിന്ന് ഇത്തരത്തിൽ MDMA ശേഖരിച്ചുകൊണ്ട് വരുന്നു എന്ന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. മകനെ പരിശോധിക്കുമ്പോഴത്തേക്ക് തന്നെയും 15 കവറുകളിലായി സൂക്ഷിച്ചിരുന്ന MDMA അമ്മ അവരുടെ അടിവസ്ത്രത്തിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് പിടികൂടുന്നത്. ഇവർ വർഷങ്ങളായി ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, മകന് 19 വയസ്സ് മാത്രമാണ് പ്രായം. ആ ഒരു പ്രായത്തിലുള്ള മകനുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് അമ്മ ഇത്തരത്തിൽ MDMA-യുടെ വിപണനം നടത്തിയിരുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. രണ്ടുപേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.